ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല കുറച്ച് ബീഫ് കിട്ടി, അപ്പോൾ അതുകൊണ്ട് അടിപൊളിയൊരു ബീഫ് പെപ്പർ റോസ്റ്റ് തയ്യാറാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് വെച്ചിരുന്നത്, വെള്ളമെല്ലാം നന്നായിട്ട് തോർന്ന് കഴിയുമ്പോൾ നമ്മൾ കുക്കറിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഒട്ടും നെയ്യ് കഷ്ണങ്ങളൊന്നുമില്ലാതെ നല്ല ക്ലീനായിട്ടുള്ള ബീഫാണ് നമുക്ക് കിട്ടിയത്. കുക്കറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ഇനി 2 ടീസ്പൂൺ കുരുമുളക് പൊടി തരിതരിപ്പായിട്ട് പൊടിച്ചത്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, ഒരു 3 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഒരു 3 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് നമ്മൾ 20 ചുവന്നുള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത്, 3 പച്ചമുളക്, ഇനി 2-3 തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. വേറെ കൂടുതൽ മസാലയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് ഒട്ടും നമ്മൾ വെള്ളം ചേർക്കണ്ട, ഇതിനകത്ത് നിന്ന് തന്നെ വെന്ത് വരുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങും. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇത് 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. 2 വിസിൽ കഴിഞ്ഞിട്ട് ഒരു 5-6 മിനിറ്റ് കൂടെ ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്ത് എടുക്കണം. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞിട്ട് ഒരു 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് പോകരുത്, കുറച്ച് ഗ്രേവി ഉണ്ട് ഇതിൽ. അപ്പം നമുക്കതൊന്ന് കുക്കർ തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഓടുരുളിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാന് എടുക്കാം. അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത്, വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കനം കുറച്ച് അരിഞ്ഞ് 2 സവാള, ചുവന്നുള്ളി ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ചുവന്നുള്ളിക്ക് ഭയങ്കര വിലയാണ്, ഇവിടെ 1/2 കിലോയ്ക്ക് തന്നെ 100 രൂപ വിലയാണ്. അതുകൊണ്ട് ഞാൻ സവാള എടുത്തതാണ്. ചുവന്നുള്ളി ചേർക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പം സവാള ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു 2 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും അതുപോലെ 2 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ കറിവേപ്പിലയാണ്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴാണ് പെപ്പർ റോസ്റ്റിൻ്റെ ആ തനതായ രുചി വരുന്നത്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചുകൂടി ഒരു ബ്രൗൺ കളറാകണം, ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റണം. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ബീഫ് പെപ്പർ റോസ്റ്റാണ്. നമുക്കൊരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നടുക്ക് എണ്ണ ഉണ്ട്, എണ്ണയിലിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റാം. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഓടുരുളിയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയൊക്കെ കാലത്തെ ഓടുരുളിയാണ്. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ബീഫ് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നല്ലോ. ബീഫ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിച്ചത്, തരിതരിപ്പായിട്ട് പൊടിച്ചത്, ഒത്തിരി പൊടിയരുത്, ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2-3 സ്പൂൺ അവരവരുടെ എരിവിൻ്റെ പാകമനുസരിച്ച് ചേർക്കാം. കാരണം ഇതിൽ പെപ്പറിൻ്റെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കേണ്ടത്. മറ്റ് മസാലകളൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഒന്നുകൂടെ ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വെക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒരുവിധം പുരണ്ടിരിക്കുന്ന പരുവത്തിലാണെങ്കിൽ നമുക്ക് ഇപ്പം വാങ്ങാം. അല്ല നന്നായിട്ട് ഇനി റോസ്റ്റ് ചെയ്യണമെങ്കിൽ കുറേ സമയം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയാൽ നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്